നമസ്കാരം. ഇൻസ്റ്റയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇനിയുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കാണ്. അതിൽ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിന് വേദിയായി മാറുന്ന ഒരു മേഖല തലസ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. CPM ഭരണ തുടർച്ചയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി തലസ്ഥാനത്ത് അധികാരം കൈയാളാനായി BJPയുടെ ശക്തമായൊരു തിരിച്ചുവരവാണ്. മുൻപ് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായത് സ്വന്തമാക്കാനാണ് ഇത്തവണ BJP ശ്രമിക്കുന്നത്. UDF ആകട്ടെ ക്ഷയിച്ചുപോയ പഴയകാല പ്രതാപമൊക്കെ തന്നെ വീണ്ടെടുത്തുകൊണ്ട് പ്രബല ശക്തിയായി മുന്നേറാനും ശ്രമിക്കുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് തിരഞ്ഞെടുപ്പിനെ നേരത്തെ തന്നെ മുൻകൂട്ടി കാണുകയാണ് UDF. തലസ്ഥാനത്ത് വാർ റൂമൊക്കെ തന്നെ തുറന്ന് മേയർ സ്ഥാനാർത്ഥിയെ അടക്കം തീരുമാനിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തി, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെത്തി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനെ ഏകോപിപ്പിക്കാനുള്ള എല്ലാവിധ ചുക്കാൻ പിടിക്കുന്നുവെന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. മേയർ സ്ഥാനാർത്ഥിയായി K. മുരളീധരനെ അടക്കം അവതരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനമെന്നാണ് സൂചന ലഭിക്കുന്നത്. തലസ്ഥാനം പിടിക്കാൻ വേണ്ടി പ്രതിപക്ഷ വാർഡുകളൊക്കെ വെട്ടിക്കീറി CPM ഒരു നീക്കം നടത്തിയത് വലിയ വിവാദമായി മാറിയിരുന്നു ഈ അടുത്ത്. അതിനെതിരെ നിയമ നടപടിയുമായി BJP അടക്കം മുന്നോട്ട് നീങ്ങിയിരുന്നു. പോരാട്ടത്തിന് മുൻപ് തന്നെ വാർഡ് വിഭജനമെന്ന നീക്കത്തിലൂടെ ഒരു കള്ളക്കളി കളിച്ച് കളം അനുകൂലമാക്കി മാറ്റാൻ CPM ശ്രമിച്ചുവെന്നുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. വാർഡ് വിഭജനത്തിൻ്റെ കരട് പുറത്തു വന്നതോടെ ആരോപണം കൂടുതൽ ശക്തിപ്പെട്ടു. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭരണം പിടിക്കാനുള്ള നീക്കം കോൺഗ്രസും ശക്തമാക്കുകയാണ്. മുതിർന്ന നേതാക്കളെ ഒക്കെ മത്സരരംഗത്തേക്ക് ഇറക്കി. അത് MP ആയിരുന്നാലും MLA ആയിരുന്നാലും, എന്തിനേറെ പറയുന്നു മുൻകാല മന്ത്രിമാരായിരുന്നാൽ പോലും കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. താഴെത്തട്ടിൽ നിന്നും വിജയം ഉറപ്പിച്ചാൽ മാത്രമേ ഭരണം കൈയാളാനായി സംസ്ഥാനത്തിൻ്റെ നേതൃപദവിയിലേക്ക് എത്താനായി സാധിക്കുമെന്ന വിലയിരുത്തൽ വൈകിയെങ്കിലും കോൺഗ്രസിനുണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ എത്ര വലിയ കൂടിയവനായിരുന്നാലും ഉന്നതനായിരുന്നാലും പാർട്ടി പറഞ്ഞാൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമെന്നാണ് നേതാക്കളെ AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത്. AICC സെക്രട്ടറി PC വിഷ്ണുനാഥിനാണ് തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല നൽകുന്നത്. 100-അംഗ കൗൺസിലിൽ കേവലം 10 അംഗങ്ങൾ മാത്രമുള്ള ഏറ്റവും ദയനീയമായൊരു സാഹചര്യത്തിലൂടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് കടന്നു നീങ്ങുന്നത്. 50-ലധികം സീറ്റുകൾ ഇത്തവണ കോൺഗ്രസിന് സ്വന്തമാക്കണമെന്ന അതിയായ ആഗ്രഹമാണ് നിലവിലുള്ളത്. അതിനുവേണ്ടി PC വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിൽ പല പദ്ധതികളും തയ്യാറാക്കി പോരുകയാണ്. ഒരു 38-ന് മുകളിൽ സീറ്റ് പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരായിരിക്കും ഇത്തവണ വിജയി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം LDFും BJPയും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു മത്സരം തന്നെ ആയിരിക്കും ഇത്തവണ നമുക്ക് തലസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു നിർണായക ശക്തിയായി UDFന് മാറാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഭരണം കൈയാളുന്ന LDFന് 51 അംഗങ്ങളും മുഖ്യപ്രതിപക്ഷമായ BJPക്ക് 34 അംഗങ്ങളുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത്. ഇതിനു മുൻപ് LDF 37-ഉം BJP 35-ഉം UDF 17 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. അതിലൂടെ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് UDFിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന സീറ്റുകൾ, UDFന് നഷ്ടമാകുന്ന സീറ്റുകൾ, അതൊക്കെ തന്നെ നേട്ടമായി മാറുന്നത് LDFനാണ്. BJP സ്ഥിരമായി അവരുടെ കോട്ട നിലനിർത്തി തന്നെ പോരുകയാണ്. ഈ സീറ്റ് നില ഉയർത്താനുള്ള ശ്രമം ഉറപ്പായും ഇത്തവണ ഉണ്ടാകുമെന്നാണ് BJP ക്യാമ്പിൻ്റെ പ്രതീക്ഷയും. UDF ഇത്തവണ വോട്ട് പിടിച്ചാൽ ഉറപ്പായും ജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലൂടെ BJP കടന്നു പോകുന്നുണ്ട്. അങ്ങനെ UDF സീറ്റുകൾ ഭദ്രമാക്കുമ്പോൾ LDFിൻ്റെ നില പരുങ്ങലിലാവുകയും LDFിൻ്റെ വോട്ട് ചോർച്ച മുതലെടുക്കാനായി BJPക്ക് സാധിക്കുമെന്നും ഇത്തവണ ഒരു മേയർ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നെങ്കിൽ അത് BJPയുടേതാകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്നാൽ LDFിൻ്റെ വോട്ട് ചോർച്ച തടയാനും പരമാവധി സീറ്റുകൾ സമാഹരിക്കാനുമുള്ള നീക്കമാണ് ശക്തിപ്പെടുത്തുന്നത്. ഇപ്പോഴുള്ള കക്ഷിനില അതുപോലെ തന്നെ നിലനിർത്തി മുന്നേറാനുള്ള എല്ലാത്തരം തന്ത്രങ്ങളും LDF പയറ്റുകയാണ്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഒട്ടനവധി അപവാദങ്ങൾ, മേയറെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ, ഇതൊക്കെ തന്നെ തുടർക്കഥയായി മാറുന്നുണ്ട്. മേയറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെ ഒരു കൂമ്പാരമായി നിൽക്കുമ്പോൾ അതിനെയൊക്കെ തന്നെ പ്രചരണ ആയുധമാക്കി മാറ്റാൻ കോൺഗ്രസും BJPയും ശ്രമിക്കും. ആമിഴഞ്ചാൻ തോട് മുതൽ പലവിധ വിഷയങ്ങൾ ഉന്നയിക്കാൻ തന്നെയാണ് തവണ തിരഞ്ഞെടുപ്പിൽ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആത്മവിശ്വാസം ഉൾക്കൊണ്ട് BJPയും പ്രവർത്തിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ K. മുരളീധരനെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന ആഗ്രഹം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്.
എന്നാൽ ഇടഞ്ഞു നിൽക്കുന്ന മുരളീധരൻ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. അതുകൊണ്ട് തന്നെയാണ് AICC ജനറൽ സെക്രട്ടറിയുടെ ഒരു മുന്നറിയിപ്പും ഇവിടെ താക്കീതായി തന്നെ നോക്കി കാണേണ്ടത്. പാർട്ടി പറഞ്ഞാൽ ഏത് വമ്പനായിരുന്നാലും മത്സരിച്ചേ തീരൂ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ഉം BJP-യുമാണ് പ്രധാന പാർട്ടികൾ. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്ന അതിയായ ആഗ്രഹം കോൺഗ്രസിനുമുണ്ട്. പഴയകാല പ്രതാപം തിരിച്ചു പിടിക്കണം. വലിയ വിമർശനവും തിരുവനന്തപുരത്തെ നേതാക്കൾക്ക് KC-യിൽ നിന്നും കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുരളീധരൻ അടക്കമുള്ള നേതാക്കളെ കോർപ്പറേഷൻ മേയറായി ഉയർത്തിക്കാട്ടിയാൽ മുൻകാലത്തെ ആ ഒരു പ്രതാപം വീണ്ടെടുക്കാനായി സാധിക്കുമെന്നും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നും മുരളിയേട്ടൻ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടം തിരുവനന്തപുരത്തുകാർക്കുണ്ടാകുമെന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കാനും കോൺഗ്രസ് ശ്രമം നടത്തും. വാർഡുകളിലെ സാമുദായിക സന്തുലനം ഉൾപ്പെടെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള വിവരശേഖരണം അടക്കം നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. ഈ കണക്കുകളും സ്ഥാനാർത്ഥി നിർണയത്തിൽ മുഖ്യ ഘടകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നഗരപരിധിയിൽ BJP-ക്ക് സ്വാധീനം കൂടി നിൽക്കുന്ന ഒരു സാധ്യതയാണുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരമേഖലയിലൊക്കെ ഒന്നാം സ്ഥാനത്തെത്താൻ BJP-ക്ക് സാധിച്ചിരുന്നു. പല ബൂത്തുകളിലും ഏകദേശം 8-ന് മുകളിൽ ബൂത്തുകളിൽ BJP തന്നെയായിരുന്നു മേൽക്കൈ നേടിയത്. ഈ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനം നടത്തി കോർപ്പറേഷനിൽ വാർഡുകളിൽ നേട്ടമുണ്ടാക്കാനാണ് ഇത്തവണ BJP ശ്രമിക്കാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇത്തവണ മുൻ മന്ത്രിമാരെയും MP-മാരെയും MLA-മാരെയും അടക്കം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. KS ശബരിനാഥൻ, VS ശിവകുമാർ, MA വാഹിദ് തുടങ്ങിയവരൊക്കെ തന്നെ ഇത്തവണ മത്സരിക്കുമെന്ന സൂചനയുമുണ്ട്. കോർപ്പറേഷനിൽ UDF-ന് അധികാരത്തിലെത്താൻ സാധിച്ചാൽ എന്തൊക്കെയായിരിക്കും തങ്ങളുടെ കർമ്മ പദ്ധതികൾ എന്നുള്ളത് തയ്യാറാക്കാൻ വേണ്ടി പ്രകടന പത്രിക തയ്യാറാക്കാൻ വേണ്ടി M. വിൻസെന്റ് MLA-യാണ് ചെയർമാനായി തീരുമാനിച്ചിരിക്കുന്നത്. ശബരിനാഥൻ കൺവീനറുമായ സമിതിയാണ് രൂപവൽക്കരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആകെ മേൽനോട്ടം ശശി തരൂർ MP-ക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ പ്രധാനമായും കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം KC തുറന്നടിച്ചിരിക്കുകയാണ്. കുറ്റം പറയുകയല്ല, പകരം പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. എക്സ്ക്യൂസുകൾ കൊണ്ട് തിരഞ്ഞെടുപ്പ് തോൽവിയെ ന്യായീകരിക്കാതെ എങ്ങനെ ജയിക്കാമെന്നുള്ള തന്ത്രങ്ങളാണ് മെനയേണ്ടത്. തിരുവനന്തപുരത്തെ നേതാക്കൾ ശക്തമായ ഇടപെടൽ നടത്തിയേ തീരൂ. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അടക്കം എല്ലാവരും അതുകൊണ്ട് മത്സരിക്കണമെന്ന് KC വേണുഗോപാൽ തുറന്നു പറയുകയാണ്. നേതാക്കളൊക്കെ തന്നെ വലിയ അസംതൃപ്തി പങ്കുവെക്കുന്നെങ്കിൽ പോലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നുമല്ല അതിൻ്റെ ചവിട്ടുപടിയായി ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനെ നോക്കി കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2026 ജയിക്കണമെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജയിച്ചേ മതിയാകൂ. ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് BJP വിജയങ്ങൾ കുറച്ച് പരമാവധി നേട്ടം ഉണ്ടാക്കണമെന്നാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. തൃശ്ശൂരിലും പാലക്കാടും ഒക്കെ തന്നെ BJP വെല്ലുവിളിയെ നേരിടാനായി മുതിർന്ന നേതാക്കളെയാണ് കോർപ്പറേഷൻ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. നേരത്തെ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. VD സതീശൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ട്. തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ തന്നെ തങ്ങൾ പിടിക്കുമെന്നുള്ള ഒരു വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. പാലക്കാട് പോലെ തൃശ്ശൂരും തിരുവനന്തപുരവും മാറുമെന്നും പറഞ്ഞിരുന്നു. MLA-യും MP-യും മാത്രമായാൽ പോരാ, തദ്ദേശ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് നേട്ടമുണ്ടാക്കണമെന്നാണ് AICC പറയുന്നത്. 100 വാർഡുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 1 വാർഡാണ് ഇപ്പോൾ അധികമായി രൂപീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി 8 വാർഡുകൾ ഇല്ലാതാക്കി 9 വാർഡുകൾ രൂപീകരിച്ചാണ് വാർഡ് വിഭജനം നടത്തിയത്. ഇല്ലാതാക്കിയ 8 വാർഡുകളിൽ 5 എണ്ണം പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുള്ളതാണ്. കോർപ്പറേഷൻ കൗൺസിലിൽ വെറും 10 അംഗങ്ങൾ UDF-നുമുണ്ട്. അതിൽ കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്ന 3 വാർഡുകൾ വെട്ടിക്കളഞ്ഞു. രൂപീകരിച്ചതു മുതൽ തന്നെ കോൺഗ്രസ് മാത്രം ജയിച്ച മുല്ലൂരും ശംഖുമുഖവും പെരുന്താനിയുമാണ് ഇങ്ങനെ ഇല്ലാതായത്. 34 അംഗങ്ങളുള്ള BJP-യുടെ 2 വാർഡുകൾ ഇനി ഇല്ല എന്ന് പറയേണ്ടി വരും. PTP നഗറും കുര്യാത്തിയും ഭരണകക്ഷിയായ LDF-ന്റെ 3 വാർഡുകളും അങ്ങനെ ഇല്ലാതായി. CPM, INL, CPI എന്നിവരുടെ ഓരോ വാർഡുകളും പുതിയ വാർഡുകളായി അങ്ങനെ മാറി. കഴിഞ്ഞ തവണ നടന്ന 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാൽച്ചുവട്ടിലെ സകലമാന മണ്ണും ഒലിച്ചുപോയെന്ന് വ്യക്തമാകുന്ന ഒരു ഫലമാണ് UDF-ന് കിട്ടിയത്. 10 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. കോൺഗ്രസിൻ്റെ അംഗബലം വെറും 8 സീറ്റായിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചാൽ തലസ്ഥാന നഗരത്തെ തലോടുന്ന തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, കോവളം മണ്ഡലങ്ങളിൽ അതിൻ്റെ ഗുണം ഉണ്ടാകുമെന്നാണ് പാർട്ടി കണക്കാക്കുന്നത്. പക്ഷേ നിലവിൽ ഈ നഗരമണ്ഡലങ്ങളൊക്കെ തന്നെ BJP-യാണ് മേൽക്കൈ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.